സൈനിക ആസ്ഥാനത്ത് ഉഗ്രസ്ഫോടനം, 8 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ക്വറ്റയിലെ സൈനിക ആസ്ഥാനത്ത് വൻ സ്ഫോടനമാണ് നടന്നതെന്നും ഇതിന് പിന്നാലെ തന്നെ വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭരണകൂടം അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിലും വെടിവെപ്പിലുമായി തന്നെ നിരവധി പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മേഖലയിലെ ആശുപത്രികളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞു കവിയുന്നതായി പാക് മാധ്യമ വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സൺഖൂൺ റോഡിന് സമീപമുള്ള സ്ഫോടനം വളരെ ശക്തമായിരുന്നതിനാൽ തന്നെ സമീപത്തെ കെട്ടിടങ്ങളുടെ ജനലുകളും വാതിലുകളും തകർന്ന് തരിപ്പണമായി. പോലീസും രക്ഷാപ്രവർത്തകരും ഉടൻ തന്നെ സ്ഥലത്തെത്തി സുരക്ഷാ സേന ആ പ്രദേശം വളയുകയും ചെയ്തു. അതുപോലെ തന്നെ ഫോൺട്രിയർ കോർപ്സിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ നഗരത്തിലെ എല്ലാ ആശുപത്രികളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, സ്റ്റാഫ് നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മരണസംഖ്യ വലിയ തോതിൽ ഉയരുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് എല്ലാ കൺസൾട്ടന്റ്മാരും, അതുപോലെ ഡോക്ടർമാരും, ഫാർമസിസ്റ്റുകളും, സ്റ്റാഫ് നഴ്സുകളും, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരെല്ലാവരും തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതും ഉറപ്പാക്കിയിരിക്കുകയാണ്. പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങളും കൊറ്റയിലെ സിവിൽ ആശുപത്രിയിലേക്ക് അയച്ചതായും രക്ഷാപ്രവർത്തകർ സ്ഥിരീകരണം നടത്തി. സ്ഫോടനം നഗരത്തിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് പരത്തിയിരിക്കുന്നത്. തുടർന്ന് തന്നെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് പുക ഉയരുന്നത് കാണുകയും സ്ഫോടനം വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തിലായിരുന്നുവെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ പാക് അധീന കാശ്മീരിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുസാഫറാബാദിൽ നടന്ന പ്രതിഷേധം വൻ സംഘർഷത്തിൽ കലാശിച്ചു. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുവരെയും പാകിസ്ഥാൻ സർക്കാർ ഇതിലൊരക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും മാളത്തിൽ ഒളിച്ചിരിക്കാതെ തന്നെ പുറത്തു വന്നുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാക് സൈനികരും സമരക്കാർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ സമരക്കാർ 2 പാക് സൈനികരെ പിടികൂടി തടഞ്ഞു വെച്ചതിന്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത്. പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയവരെ പാക് സൈന്യത്തിന്റെയും ISIയുടെയും പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസ് അംഗങ്ങൾ ആയുധങ്ങളുമായി അവിടെ നേരിട്ടതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. പ്രതിഷേധകർക്ക് നേരെ ആയുധധാരികൾ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.